Sneak away, there is no time to waste. Find a space and make it a home. Holding on to one another, intertwine the threads to hold. Through it all, we'll have each other, driving steady as we go. Carve your name into my everyday. Set the pace, you won't be alone. Every memory will uncover, every story will unfold. Through it all, we'll have each other, driving steady as we go. Carried away like we wanted, all the way home. Carried away like we wanted, all the way home. Carried away like we wanted, all the way home. Carried away like we wanted, all the way home. Morning light breaking through the eastern hills. Just you and me, while the earth stands still. Dashboard dreams of what could be in the great unknown. We have no map, we got no plans, just open road.
പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ഈ ഭവനത്തെ ഞങ്ങളുടെ ആലയമായി സ്വീകരിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ആദ്യവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കറകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനും സഹോദരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരന്റെ പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദുഷ്ടനോട് കൂട്ടുചേരാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും പലിശ വാങ്ങാത്തവനും നിർദോഷിക്കെതിരായി കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു. അവൻ ഒരിക്കലും ഇളകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായിരിക്കും. ആമേൻ. മിസ്റ്റർ പൗലോസ് ലീഹ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയും സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് വേണ്ടി അവനെപ്പോലുള്ള ഒരു സഖിയെ ഞാൻ സൃഷ്ടിക്കും എന്ന് അരുൾ ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയായ ഹവ്വായെ നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന അജോയെയും അലീഷയെയും അനുഗ്രഹിക്കണമേ. ഇവർ ഇന്ന് ആരംഭിക്കുന്ന വിവാഹ ജീവിതത്തിൽ മരണം വരെ പരസ്പരം സ്നേഹിച്ച് താങ്ങും തണലുമായി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ദമ്പതികളെ ആശീർവദിച്ച മിശിഹായെ,
ഇവരെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അമ്മ പരിശുദ്ധ കന്യാമറിയമേ, മാറിയ ഔസേപ്പേ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ഇത്രയും ജലമാതാവേ, ഇതിനെ ഓർക്കണമേ. Feels like the first time, every moment I'm with you. You still catch my eye with every little thing you do. It's like a river wild, running as free as it can
നമുക്ക്
കർത്താവ് ദൈവമായിരിക്കട്ടെ. കർത്താവേ, നീ സ്തുതികൾ പാടുന്നു. ജീവി
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ.
സഭയെ അപേക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനമെടുക്കുന്ന ആ സഭയുടെയും ദൈവത്തിന്റെയും മുമ്പിൽ അത് വാഗ്ദാനം ചെയ്യുന്ന ദിവസമാണ്. ദൈവങ്ങളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും തിരുത്താനാവാത്ത ഒരു തീരുമാനമാണ് നിങ്ങൾ നേടിയത്. നമുക്കറിയാമല്ലോ, സഭയിൽ ഡൈവേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. യോഗ്യതയോടെ ഒരു പുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി ഈ കുദാശ നിർവഹിക്കുമ്പോൾ, നിങ്ങളുടെ പരസ്പര സമ്മതത്തോടുകൂടി ഇങ്ങനെ ഒരു കാര്യമായിരിക്കുമ്പോൾ പിന്നെ അതിൽ നിന്ന് ഒരിക്കലും ഒഴിവില്ല. ജീവിതാവസാനം വരെ കൊണ്ടുപോകേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങൾ രണ്ടുപേരും ഏറ്റെടുത്തിരിക്കുന്നത്. ഓരോ കാര്യത്തെക്കുറിച്ചും ഓരോ കുദാശയെക്കുറിച്ചും ഓരോരുത്തരോട് ഇടപെടേണ്ട രീതിയെക്കുറിച്ചും എല്ലാം വചനം വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്നത് വചനം എന്താണ് ഓരോ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വപ്നം എന്താണ് ഓരോ കാര്യത്തെക്കുറിച്ചും എന്നത് ബൈബിൾ വായിച്ച് മനസ്സിലാക്കാനാണ്. അതിൽ ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പൊ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ: മാതാപിതാക്കളെ അവഗണിക്കുന്നവൻ മരിക്കണം. ഇതാണ് വചനം പറയുന്നത് കാര്യം. മാതാപിതാക്കളെ അവഗണിക്കുന്നവൻ മരിക്കണം. അതിന് എല്ലാ കാര്യങ്ങളും ഉണ്ട്. മാതാപിതാക്കളെ അവഗണിക്കുന്നവനെ കിട്ടാൻ പോകുന്ന ശിക്ഷ മരണത്തെക്കാൾ ഭയാനകമായ ശിക്ഷയാണ്. എന്തുമാത്രം ശാപം വരുത്തി വയ്ക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒറ്റ സെക്കൻഡ്സിലുണ്ട്. മക്കള് മാതാപിതാക്കളോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധത്തെക്കുറിച്ച് ഒറ്റ സെക്കൻഡ്സേ പറയുന്നുള്ളൂ. അതിപ്രകാരമാണ് മക്കളെ പ്രകോപിപ്പിക്കുന്നത്. ഇതുപോലെയാണ് ഓരോ കാര്യത്തെക്കുറിച്ചും വചനം വളരെ കൃത്യതയോടുകൂടി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തെക്കുറിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്: ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ഈശോ സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം. ഇത് മാത്രമാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് വചനം പറയുന്നത്. വേറൊന്നും പറയുന്നില്ല. ഈ ഒറ്റ കാര്യം വായിച്ചാൽ മതി, ബാക്കി എല്ലാം അതിനകത്തുണ്ട്. കർത്താവ് സൃഷ്ടിച്ചതാണ് ഒരു ഭർത്താവ്, ഒരു പുരുഷനെയും സ്ത്രീയെയും കർത്താവ് സൃഷ്ടിച്ചതാണെങ്കിൽ രണ്ടുപേരുടെയും സ്വഭാവത്തിന്റെ വൈകല്യങ്ങളും സ്വഭാവത്തിന്റെ സവിശേഷതകളും അറിയാവുന്ന കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്: നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ട് പോകണമെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഈ ഒരു ഒറ്റ കൽപ്പന ഭാര്യ പാലിച്ചാൽ മതി, നിങ്ങളുടെ കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാണ്. നിന്റെ ഭാഗം കഴിയും. ഭർത്താക്കന്മാരുടെ കർത്താവ് പറയുന്നതാണ്: ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യയെ സ്നേഹിക്കും. ഇത് മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ അതെല്ലാം ഉണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് വ്യാഖ്യാനിച്ചു വരുന്നുണ്ട്. അവളെ കറയോ ചുടുകോ ഇല്ലാതെ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അവർ സ്വന്തം ശരീരം മുഴുവൻ മുറിവേറ്റതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ അവർക്കൊരു സങ്കടം വരാൻ നീ അനുവദിക്കരുത്. ഇതാണ് കർത്താവ് പറഞ്ഞത്. അവരുടെ ദേഹത്തിൽ മുറിവ് വീഴുന്നതിന് മുമ്പ് നീ മരിക്കണം എന്നതാണ് സഭ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്ത് സ്നേഹം ഉരുട്ടിക്കൊടുത്താലും എങ്ങനെയൊക്കെ പ്രകടിപ്പിച്ചാലും അത് യാതൊരു കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് മുട്ടേ ചക്കരേനെ വിളിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. വേറെ ആരെയാണ് നിൽക്കുന്നത്? അത് ഭാര്യയാണ്. അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ വാക്കുകളൊക്കെ വിളിക്കപ്പെടുന്നത് പോലെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും. എന്റെ അടുത്ത് 25 വർഷം കുടുംബജീവിതം നയിച്ച് ജൂബിലി ആഘോഷിക്കുന്ന ഒരു വീട്ടുകാരും നല്ല ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പൊ ഈ ഭർത്താവ് ഭാര്യയെ സോപ്പിടാനുള്ള മാർഗം എനിക്ക് പഠിപ്പിച്ചു. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു: അച്ഛൻ ധ്യാനിപ്പിക്കാൻ പോകുന്നതല്ലേ, അച്ഛൻ ഭർത്താക്കന്മാരോട് ഈ സ്ത്രീ സാധനം പറഞ്ഞു കൊടുക്കണം. ഭാര്യമാരെ ഇരുത്തിക്കൊണ്ട് പറയരുത്, അവർക്ക് മനസ്സിലാക്കും. ഭർത്താക്കന്മാർ മാത്രമുള്ള സമയത്ത് പറയാം. നിങ്ങളോട് രണ്ടു കുട്ടികളോട് പറയാം. ഈ പുള്ളി പറയാണ്: വലിയ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് 2 പ്രാവശ്യം മുത്തേന്ന് വിളിച്ചാൽ മതി. 2 പ്രാവശ്യം മുത്തേന്ന് വിളിച്ചാൽ മതി. 2 പ്രാവശ്യം എന്ന് പറയാനുള്ള കാരണമുണ്ട്. ആദ്യത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ പുള്ളിക്കാർക്ക് ദേഷ്യപ്പെടും. 2ാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ വിളിക്കുമ്പോൾ ഈ സാധനം എതുവഴി പോകുന്ന അറിയത്തില്ലതാണ്. എതുവഴി പോകുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. ഏക്കാണെങ്കിൽ ഏറ്റോട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. തമ്പുരാൻ കർത്താവ് പറയാണ്: നീ വേറെ ഒന്നും ചെയ്യണ്ട. കർത്താവിനോട് പറയാണ്: നീ വേറെ ഒന്നും ചെയ്യണ്ട. ഭാര്യയെ സ്നേഹിച്ചാൽ മതി. നിന്നേക്കാൾ കൂടുതൽ നിന്റെ ഭാര്യയെ നീ സ്നേഹിച്ചാൽ മതി. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഭാര്യമാരോട് കർത്താവ് പറയാണ്: നീ വേറെ എന്തെല്ലാം ചെയ്തില്ലേലും ഒറ്റ കാര്യം ചെയ്യണം. ഭർത്താവിന് വിധേയപ്പെടണം. അവനെ ബഹുമാനിക്കണം. ഇത് തമ്പുരാൻ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്ക് ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സൈക്കോളജിസ്റ്റ് പല കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട്. അല്ലെങ്കിൽ കുടുംബജീവിതം പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നടത്താം, ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ തമ്പുരാൻ കർത്താവ്, നിന്നെ സൃഷ്ടിച്ച കർത്താവ് പറയാണ്: ഒറ്റ കൽപ്പന നീ പറഞ്ഞാൽ മതി. ഭാര്യയെ നിനക്ക് ഒറ്റ കൽപ്പനയുള്ളൂ: നീ ഭർത്താവിനെ ബഹുമാനിക്കണം, നീ ഭർത്താവിനെ ആദരിക്കണം, അവന് വിധേയപ്പെടണം. അവൻ പറയുന്ന തീരുമാനത്തോട് എതിർപ്പ് പറയാതെ നീ അത് ചെയ്തു
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്പരമുള്ള സമ്മതം. അത് സഭയുടെ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകരിച്ച് പറയുക അവസരമാണത്. ചോദിക്കുന്നതിന് പറയുക. അജോ എന്ന് വിളിക്കപ്പെടുന്ന മാത്യു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അലീഷ എന്ന് വിളിക്കപ്പെടുന്ന റോസയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അലീഷ എന്ന് വിളിക്കപ്പെടുന്ന റോസ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അജോ എന്ന് വിളിക്കപ്പെടുന്ന മാത്യുവിനെ എൻ്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലുതിലും ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സൈക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ നിങ്ങളെ വാഗ്ദാനം ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയുമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസം സ്നേഹത്തിന് വധുവരന്മാരെ നിർമ്മിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷവും സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശിലേക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവായ ദൈവമേ, കൃപാവരത്തിന് സർവ്വശ്രദ്ധ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രത്തോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഇരുപതിമാരെ അനുഗ്രഹിക്കണമേ. നിലവണാട്ടിയായ പരിശ്രമേ മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ച് കർത്താവേ, ലോകത്തിൽ രാജിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമർപ്പരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ സ്നേഹായപ്പോൾ നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലോടും നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയോടും നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ ഈ സ്വീകരണത്തെയും ആരാധനയെ സമർപ്പിക്കുവാൻ അവിടെ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
Hallelujah.